വിധി വന്ന അപ്പൊ തന്നെ വസ്തുവിന്റെ പൊസഷൻ എടുക്കണം. സാർ, അതായത് വസ്തു നമ്മൾ കൈവശപ്പെടുത്തണം, എന്നിട്ട് കൃഷി ചെയ്ത് ആദായം എടുക്കണം. വസ്തുവിന്റെ കാര്യത്തിൽ പൊസഷനാണ് പ്രധാനം. അതാണ്. ഹാപ്പി ആയില്ലേ? ധൈര്യമായിട്ട് കൊല്ലു. നല്ല ഗ്യാസാണ് സാറേ. അണ്ണാ ചേസ് സമയല്ലടാ. അണ്ണാ ഇപ്പൊ ഒരു പകുതി ടെൻഷൻ അങ്ങ് പോയില്ലേ? പകുതി മാറി. ഇത് മൊത്തം പോണ്ടേ? ഈ പകുതി കൂടെ അങ്ങ് അടി, ലാഗാക്കല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നാലും എന്റെ ടെൻഷൻ മാറുന്നില്ലടാ. ഇന്നെങ്ങാനും കേസിന്റെ വിധി വന്നാൽ പിന്നെ കോടതിയിൽ വരാൻ പറ്റില്ലല്ലോ. ഹായ്. ഹായ്. ചേട്ടൻ എന്തേ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതെന്തിനാ? എന്താ കാര്യം? എന്തിനായിരിക്കും? പറ. ഇന്ന് വിധി വരും, അതോടെ ചേട്ടൻ്റെ ഇങ്ങോട്ടുള്ള വരവ് നിൽക്കും. തന്റെ വരവ് നിൽക്കുമല്ലോ. അപ്പൊ എനിക്കെങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ? ഇവനോ? നിന്റെ വൈകിട്ട് വരാനല്ലേ പറഞ്ഞത്? വിധി വരുമല്ലേ, അതിനെ വന്നില്ലല്ലോ. എനിക്ക് വയ്യ സമയത്ത് കിടന്നോടാൻ. ചേട്ടൻ ഇവിടെ ആരെങ്കിലും കൺഗ്രാറ്റ്സ് പറയുമ്പോൾ താങ്ക്സ് പറഞ്ഞോണ്ടിരുന്നാ പോരെ? ലഡു മാത്രമേ വാങ്ങിയോളൂ? ജിലേബി കിട്ടിയില്ല. ഹലോ. സാറേ, നമ്മുടെ കേസ് വീണ്ടും മാറ്റി വെച്ചു. ഓ ശേ, ഇതിനൊരു അവസാനം ഇല്ലേ? മോളെ, ആ ലഡു എല്ലാം താഴെ എടുത്ത് വെച്ച് വിറ്റോ. നീ വാടാ. വാടാ വാടാ. ചേട്ടാ ചേട്ടാ, അപ്പൊ ഇനി നമുക്ക് വരാല്ലേ? ഹലോ. നമ്മുടെ കേസ് മാറ്റി വെച്ചു. മാറ്റി വെച്ചാ? ഞാൻ അന്നേരം വിചാരിച്ചതാ ഇങ്ങനെ പെട്ടെന്ന് തീരാ ഇതെന്താ ജനസമ്പർക്ക പരിപാടി എങ്ങനെയാണ്. കോടതി ആരാ മോൻ? പീറ്ററേ, എന്തിന്? അല്ല, ഒരു 260 4 മുട്ടയും കൂടെ പറയാം. എന്റെ ടെൻഷൻ തീർന്നു. അതാ ഒന്നുകൂടെ ആലോചിച്ചു. ഈ പത്രിയിലാണോ പേരെഴുതി വെച്ചേക്കണ? ഈ ഇരിക്കുന്നതാണ് പത്തിരി. ടിഷ്യൂ പേപ്പറിൽ ഗ്രാവി മുക്കി തിന്നിട്ട് പത്തിരി പോരാ. കൊണ്ടോ 550 രൂപ. അപ്പൊ അതെടുത്താ മതി. ഒന്ന് കൈ വേണ. അണ്ണൻ ഒന്ന് കൈ വെച്ചപ്പോ പുഷ്പം പോലെ. എന്തറിയാ ചേട്ടാ ഇത്? കള്ളുടിമാരായതുകൊണ്ട് തന്നെയാണ്. ഉള്ളതിന് നല്ലതാടേ. അവന്മാർ വിളിക്കണ്ടേ? പെട്ടീനെയും ഫ്രണ്ടിനെയും രണ്ടെണ്ണം അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും. അവിടെ കേട്ടെ, അവന്മാർ കൂടി ഇതെല്ലാം ഒപ്പിച്ചേ. ശരിയാ, നാദികൾ കുറച്ചേരം വെയിറ്റ് ചെയ്യട്ടെ. സാധനം കിട്ടി. കേറിക്കോ. ഇതിനെയൊക്കെ എന്തിനാ കേറ്റുന്നേ? കണ്ടിടാ. അണ്ണാ അണ്ണാ അണ്ണന് ആരുടെ അണ്ണൻ? അല്ല സാർ, ഇതിവിടെ വെച്ച് പൊട്ടിക്കണോ? എവിടെ വെച്ച് പൊട്ടിക്കണം, ആർക്കിട്ട് പൊട്ടിക്കണം എന്ന് ഞങ്ങൾക്കറിയാം കേട്ടാ. ശരി സാർ.
എന്റെ പൊളച്ച് കുറച്ച് കൂട്ടി ഒഴിച്ചേ, നല്ല കട്ടി കുഴിച്ചോ. ഉറങ്ങിപ്പോകൂടാ. അത് തന്നെയാണ് ലക്ഷ്യം. ഇന്ന് അടിച്ചു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ പിന്നെ എണീക്കാൻ പാടില്ല. ചെവിട്ടിൽ കതിനെ വെച്ച് പൊട്ടിച്ചാൽ പോലും ഞാൻ അറിയരുത്, അല്ലെങ്കിൽ ആ പലിശക്കാരന്മാർ വന്ന് എന്നെ പൊക്കും. കൂടുതൽ ഒഴിച്ചാൽ എനിക്കാ കുഴപ്പം, നിനക്കറിയാവോ? ഇപ്പൊ ഞാൻ ഉറങ്ങണേക്കുമ്പോ പൊളച്ചന് ഉറങ്ങൂല. ആ പൊളച്ചാ ആ ഞാൻ പോണു. ഇപ്പൊ പോയ വീട്ടിൽ കിടന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ റോട്ടിൽ കിടന്ന് ഉറങ്ങേണ്ടി വരും. ആ നീ വേഗം പോ, പോയിട്ട് എനിക്കും പണിയുണ്ട്. 8 മണിക്ക് കളി തുടങ്ങും. അച്ഛന്മാരെ വിട്, നിങ്ങൾ കേസ് തുടങ്ങിയിട്ട് 30 വർഷമല്ലേ ഉള്ളൂ. 30 വർഷോ കൂടിപ്പോയെന്നോ? എന്റെ പോളച്ച, ഈ വ്യവഹാര ലഹരി എന്ന് കേട്ടിട്ടുണ്ടോ? അത് പ്രത്യേക ഒരു തരം ലഹരിയാ. ഞാൻ ഈ കോടതിയിലെത്തുമ്പോ ഉണ്ടല്ലോ, എന്തൊരു മനസ്സുവെന്നറിയോ. അതിനകത്തെ വാദിക്കൂട്, പ്രതിക്കൂട്, ജഡ്ജ്, വക്കീലന്മാരും, പിന്നെ നമ്മളെ കാണാനും കേൾക്കാനും കുറച്ച് ആൾക്കാരും, പോലീസന്മാര്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വല്ല വള്ളിക്കെട്ടും കേസും പിടിച്ച് കോടതിയിൽ ഒന്ന് കയറി നോക്ക്, ആ സുഖം മനസ്സിലാവും. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 10-30 വർഷം ഒരു കേസിന്റെ പുറകെ നടക്കുക. ഒളിമ്പിക്സ് ആണെന്ന വിചാരം, കാശുകളെ. അതാണ് നമ്മുടെ ശങ്കുണ്ണിച്ചേട്ടന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അനുഭവിക്കാൻ യോഗമില്ലെന്ന് പറഞ്ഞാലും അണ്ണം കളിക്കും, മനസ്സിലായേ? ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ആ എത്തിയല്ലോ, 100 ആയുസാ. ആരെങ്കിലും തല്ലി കൊന്നില്ലെങ്കിൽ. ഒരു 100 കസാര വേണം. എടാ 50 മതി. അയാളുടെ സ്വഭാവത്തിന് 10 ആള് വരുന്നതിന് വലിയ 50 100 നിങ്ങൾ തീരുമാനിച്ചു. അടിയന്തരല്ലോ, വന്ന് നിന്ന് കണ്ടുവെച്ച് പോയിക്കോളൂ. അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോവാൻ നിൽക്കണം. ആ സെറ്റായ പിന്നല്ലാതെ. ഞാൻ മതിയാക്കി. 10 ആയോ? ഇന്ന് പോളച്ചന്റെ ദിവസ. എടാ മജീദ്, നിനക്കെന്താണ് ഒരു നല്ല ദിവസം വരുന്നത്? വരും കയ്യിലിരിക്കുന്ന കാശ് പോകുന്നു വെച്ചോ. വണ്ടി പൊളച്ചാ, ആ ഇന്നൊരു സംഭവം ഉണ്ടായി. ആ ഞാൻ അറിഞ്ഞായിരുന്നു. ആ വക്കീലിന്റെ കാര്യല്ലേ? ഇപ്പൊ ശരിക്കും എനിക്ക് നല്ല പേടിയുണ്ട്. മുടിഞ്ഞ ഓർമ്മയായിരുന്നു വക്കീലിന്. ഇപ്പൊ എനിക്കും ചെറിയ ഓർമ്മക്കുറവുണ്ടോന്നൊരു സംശയം. നിനക്ക് ആ മേരി ഓർമ്മയുണ്ടോ? ഏത് 5Bയിലെ? ആ. അവളെ കുറിച്ചൊരു അക്ഷരം മുണ്ടി പോകരുത്. ആ മതി, നിനക്ക് ഓർമ്മയ്ക്ക് ഒരു കുറവുമില്ല. ഈ പ്രായത്തിൽ ഇത്രയൊക്കെ ഓർമ്മ മതി. 9Bയിലെ ബാലനായിട്ട് അവളുണ്ട് ഒളിച്ചോടി തെണ്ടി. ഓക്കെ ബൈ ബൈ, ടാറ്റ. ആ പോവാ. എടാ, എത്ര ആലോചിച്ചിട്ട് നമ്മുടെ കൂടെ 5ാം ക്ലാസ് പഠിച്ച മേരി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നിനക്ക് ഓർമ്മയുണ്ടോ? ശാന്തയുടെ അപ്പുറത്ത് ലീല, ലീലയുടെ അപ്പുറത്ത് ഷീല, ഷീലയുടെ അപ്പുറത്ത് മേരി. അതിലിപ്പോ എന്ത് ഇത്ര ആലോചിക്കാം? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എടാ തുറപ്പം മജീദേ, ഇതാ വന്നു. നമിച്ചണ്ണ നമിച്ച്. അല്ല പോളച്ച, നിങ്ങൾക്ക് ഓർമ്മയുണ്ട ശാന്തേനെയും മേരിനെയും ലീലേനെയും? എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ അവിടെ ആങ്ങളെയല്ലേ നിനക്കിട്ട് പണി തന്നത്, ഓർക്കുന്നില്ല? അങ്ങനെയാ. ഡാൻസ് കളിച്ച് വീട് കുളിക്കാതെ നോക്കിയോ? ഉറങ്ങാനും സമ്മതിക്കില്ല. അതെ, ആ അവളുടെ കല്യാണത്തിന് ശേഷം നമ്മുടെ ഷിനോക്ക് ആ പുറത്തുപോയി പഠിക്കണമെന്ന്. ആ പുറത്ത് പോട്ട്. ഞാനല്ലെങ്കിലും വീട്ടിൽ സ്കൂളൊന്നും തുടങ്ങിയിട്ടില്ല. അതല്ലെന്നേ, അവ ഏതോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ആ രമയുടെ മോൻ കണ്ണം പഠിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ? കാനഡയില്ല. ആ അത് തന്നെ. അവിടെ ആവുമ്പോ ജോലിയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം. എടി, അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് പുറത്തു പോകണമെന്നില്ല. ഇവിടെ നിന്നാലും പൊന്നുകളായിരിക്കാം, മനസ്സിലായ? അല്ലെങ്കിൽ തന്നെ അവനെന്തിനാ പുറത്തു പോണേ? എടി, അവൻ ഈ കമ്പനിയുടെ CEO ആണ്. CEO എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്കറിയോ? കമ്പനിയിലെ ഏറ്റവും വലിയ ഓഫീസർ. അവന് താഴെയുള്ളൂ ബാക്കി എല്ലാവരും. ഈ ഞാൻ പോലും CEO വന്നു. മോനെടാ, അത് പൊന്നേരിയല്ലേ 50-ന്റെ, അത് ഇവിടെ വെച്ചേക്കും. CEO ചാക്കെടുക്കുന്ന ഓഫീസറിനെ ഞാനേ കോടതിയിലും സിഒയുടെ മുന്നിലും മാത്രമേ എണീറ്റിക്കാറുള്ളൂ. മനസ്സിലായോ?
ആ 10 ചാക്കും കൂടെ എടുത്ത് വെച്ചേക്ക്. അപ്പനെ ഇപ്പൊ ഇല്ല മരിച്ചൊക്കെ ഞാൻ പെട്ടലിക്കിട്ടാനെ. അവൻ പോയിട്ടേ ഞാൻ ഇരിക്കാൻ പാടുള്ളൂ, അറിയോ? ഇത്രയും നല്ല ജോലിയും വിട്ടിട്ട് ആരെങ്കിലും കാനഡ പോകും? പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ വീട്ടിൽ ഇച്ചിരി സ്നേഹവും റെസ്പെക്റ്റ് ഒക്കെ ഉള്ളത് ഇവറ്റേൽക്കാം. ബാ, കഴിക്കും, നന്നായിട്ട് കഴിക്കും. സാറേ, കുറച്ചുകൂടി സമയം വേണം. ഈ ടർഫ് എന്ന ഐഡിയ കുട്ടികളിലേക്ക് എത്തുന്നുള്ളൂ, എസ്പെഷ്യലി പാരൻസിൻ്റെ അടുത്ത്. ഇപ്പൊ പുറത്ത് കളിക്കുന്ന കുട്ടികൾക്ക് എത്ര അപകടം ഉണ്ടാവണമെന്ന് അറിയും. എടാ, അതൊക്കെ പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തണം. പുറത്ത് കളിക്കാൻ ആളുകൾക്ക് പേടി തോന്നണം, എന്നാലേ ഇവിടെ ആളുകൾ പന്ത് കളിക്കാൻ വരും, അറിയോ? ഇപ്പൊ ടർഫിൽ കളിക്കുകയാണെങ്കിൽ സാറിന്റെ വയറ് എന്തായാലും കുറഞ്ഞാലെന്ന് അറിയോ? എടാ, നീ വയറിന്റെ കാര്യം വിട്ടേക്ക്, ആദ്യം നീ EMI അടക്കാൻ നോക്ക്. സാറേ ഒന്ന് നോക്കിയേ, ഒരു വർഷത്തിൽ എത്ര കുട്ടികളാ പാമ്പ് അടിച്ചു വരിക്കണേ? എത്രയാ? അങ്ങനെ എനിക്കറിയില്ല. എടാ, ഈ പാമ്പില്ലാത്തടത്ത് നീ അല്ലാതെ പാമ്പിന്റെ ഫോട്ടോ വെക്കുക. ഇത് കണ്ട ആരെങ്കിലും ഇവിടെ കളിക്കാൻ വരുമോ? അതൊക്കെ പോട്ടെ, നീ എത്രയും പെട്ടെന്ന് EMI അടച്ചു തീർക്കാൻ നോക്ക്. അല്ലേട്ടാ, ഇതിപ്പോ പണിപാളോ? നിനക്ക് തീരെ ടെസ്റ്റ് ഇല്ലല്ലേ? ഇതിലേക്ക് നോക്കണ്ട, ഇത് ഞാൻ തരൂല. സ്വഭാവം. മക്കളെ, പറമ്പ് കളിക്കാതെ ഈ കൂട്ടുകാർ കളിക്കടാ. ചീട്ടിറേ ഒത്തിയുടെ ഫസ്റ്റ് വൺ കാർഡ്. മാധവൻ ചേട്ടൻ ജയിച്ചു. ഫുള്ളാ. അല്ല, കല്യാണം വീട്ടിൽ വന്ന് വിളിച്ചതല്ലേ? ഒന്നുകൂടെ ഇരിക്കട്ടെ. ഓ, എനിക്ക് വേറെ പണിയുണ്ട്. അല്ല, നമുക്ക് ഒരു റൗണ്ടും കൂടെ ഇരിക്കാം. മാധവാ, കളി മുടക്കല്ലേ? ചേട്ടാ, കല്യാണം വലിയ വിളിയാണല്ലോ, ഭയങ്കര പരിപാടിയാന്നാ കേട്ടത്. ഓപ്പൺ ബാറൊക്കെ ഉണ്ട്. വണ്ടി ഓടിക്കുമ്പോ ഉണ്ടാക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെവിയും കേൾക്കാൻ പറ്റില്ല, അതിന്റെ ഇടയിലാണ് അവന്റെ. കേൾക്കാൻ പറ്റുന്നില്ല? എനിക്ക് കേൾക്കാൻ. അവനൊക്കെ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. മൊത്തം ഒഴിച്ച് തീർത്തളല്ലേ നമ്മള് ഉണ്ട് കേട്ടോ. കാര്യമാണ്. ഒന്നടിക്കണ. എനിക്കൊരു 10 എടുത്തു. അത് തന്നെ. ആ മാധവനെ കൂടെ കല്യാണത്തിന് വിളിക്കാൻ. ഇങ്ങനെയൊക്കെ അല്ലടാ പിണക്കം മാറ്റും. അത് ശരിയാ. അവനെ കല്യാണം വിളിച്ചില്ലെങ്കിലും അവൻ കൃത്യസമയത്ത് ഗിഫ്റ്റ് തന്നു. കൃത്യസമയത്ത് കറണ്ട് കട്ടായത് കണ്ടില്ലേ? പക്ഷെ ഞാൻ ആരാ മോൻ, ഇതറിയാവുന്നത് കൊണ്ട് തന്നെ നേരത്തെ ജനറേറ്റർ അവനെ മലർത്തി അടിച്ചു ഞാൻ. അതിന് മാധവൻ KSEB റിട്ടയർ ആയിട്ട് കാലത്രയായി. എടാ, റിട്ടയർ ആയാലും KSEBയിൽ അവന് നല്ല പിടിയുണ്ടാവില്ലേ? ഇല്ലെങ്കിൽ ഈ ഏരിയയിൽ മാത്രമായിട്ട് എങ്ങനെയാ കറണ്ട് പോകുന്നത്? ശങ്കുണ്ണിയോടാ കളി. നാണം കെട്ടവൻ. ആരെയും ശങ്കുണ്ണി അവിടെ ഉണ്ട് സാർ. ഒന്നും വിളിച്ചേ. സാർ വരണം, കഴിച്ചിട്ടിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഈ മദ്യം വിളമ്പുന്ന ആരോട് ചോദിച്ചിട്ടാ? സാറേ, ഇന്ന് എന്റെ മോളുടെ കല്യാണോ? ഇന്ന് വിളമ്പിയില്ലെങ്കിലേ ചത്താലും തീരില്ല എന്റെ പഴി. എടോ, ഒരു സ്വകാര്യ വ്യക്തിക്ക് ഒരു പ്രൈവറ്റ് ഫംഗ്ഷന് മദ്യം വിളമ്പുന്നതിന് ഒരു കണക്കുണ്ട്. കൂടിയ 3 ലിറ്റർ. അതിന് മേലേക്ക് മദ്യം വിളമ്പണമെങ്കിൽ താൽക്കാലിക ലൈസൻസ് എടുക്കണം. തനിക്ക് ലൈസൻസ് ഉണ്ടോ? സാറേ, ഇതൊക്കെ നമ്മുടെ നാട്ടില് എല്ലാരും നടത്തുന്നതാണ്. അതുകൊണ്ട് അവിടെ പരാതി ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ പരാതി ഉണ്ട്. മനസ്സിലായോ? ഇത് മാധവന്റെ പണിയാണ്. ശങ്കുണ്ണിയെ വീണ്ടും മാധവൻ മലർത്തിയടിച്ചു. ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രിങ്ക്സ്, ഫ്രീ അവേഴ്സ്. ഓ, ആഹാ, കൊള്ളല്ല പരിപാടി. എന്താടാ, എല്ലാം ഫ്രീ, എല്ലാം പൊട്ടിക്കാനുള്ള പരിപാടിയാണ് അല്ലേ? അച്ഛാതൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ്, കുറ്റം പറയാൻ വന്നായിരിക്കൂലേ? കളിക്കാൻ ഇഷ്ടംപോലെ പറമ്പുള്ളപ്പോഴാ അവന്റെ ടർഫ്. അച്ഛനെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അച്ഛൻ ആദ്യമേ അമ്മേനെ വിളിച്ചിട്ടോ ശ്രീധരന്റെ കാര്യം പറഞ്ഞു. നാണാവില്ലേ? നല്ല പ്രായത്തിൽ മുഴുവൻ തരാത്തതുകൊണ്ടല്ലേ വീട്ടിൽ കൊണ്ടാക്കിയത്? അതെ, ഞാനാണെങ്കിൽ അമ്മേന്റെ അനിയത്തിന്റെയും കൂടെ സ്വർണ്ണം എടുത്തോണ്ട് ഇറങ്ങിപ്പോന്നു. ആ, ഇത് ഒരെണ്ണം മാത്രം നീ ചെയ്തത് ശരി. മോളെ,
ഉള്ളതെല്ലാം സൂക്ഷിച്ചോ, എങ്കിൽ നിനക്ക് കൊള്ളാം. ബ്ലഡി ഫുൾ യൂസ്ലെസ് സൺ. മണ്ടൻ. മണ്ടനാണല്ലേ, മണ്ടൻ. അവര് രണ്ടുപേരും എന്തൊരു മണ്ടന്മാരടാ. മോളെ ഇന്ന് കരയെ കയറ്. ഈ സമയത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങേണ്ട കാര്യമുണ്ടാ? തുടങ്ങി. അച്ഛാ വാ. ദാണ്ട ഈ വടക്കു വശത്ത് പ്ലേ ഏരിയ ഉണ്ട്, അവിടെ വർത്താനവും പറഞ്ഞ് ഊഞ്ഞാലാടി ഇരിക്കാം. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഒറ്റയ്ക്ക് വന്നാൽ മതി. എടീ, നിന്റെ അച്ഛനമ്മ എന്റെ അച്ഛനമ്മല്ലേ? പിന്നെ പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ, വാന്ന് നമുക്ക് പോയിട്ട് വരാം. ഞാനൊന്നുമില്ല, എന്റെ കയ്യിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ട് വേണം മറ്റവന് ചിരിക്കാൻ. പേടിക്കണ്ടെന്നേ, നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോ. പിള്ളേര് വിളിക്കുന്നു. നമുക്ക് ദാണ്ട നല്ല ചൂട് 2 കൂട് പോപ്കോണും വാങ്ങിച്ചോണ്ട് ഇവിടെ ഇരിക്കാം. തണലും വാ, ഒന്ന് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഏതായാലും ഇതുവരെ വന്നല്ലേ, വാന്ന്. ഏത്? ആ, അവരിട്ടേക്കും പോലത്തെ ആ സാധനം. അതാ ഇത്, അതൊന്ന് ഇട്ട് കൊടുക്കണേ. ഇത് തന്നെ താങ്ങൂല. നീ വേറെ എടുത്തോ, എനിക്കൊന്നും ആവശ്യമില്ല, ഒരെണ്ണം പോരെ. എനിക്ക് കാലിലിടാനും കൂടെ ഒരെണ്ണം കൂടെ കിട്ടും. ആവശ്യമുണ്ടോ മനുഷ്യന് നാണം കിട്ടാനായിട്ട്? കാണിക്കാച്ചിന്റെ കൈ പിടിക്കേ. അച്ഛാ സൂക്ഷിച്ചു പിടിച്ചോ. നീ വലിക്കരുത്. വെള്ളം കണ്ട അല്ലെങ്കിലേ പേടിയാ. എടാ ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ പോയിട്ട് വാ. ഫ്രണ്ടിലത്തെ ഡെക്കിലേക്ക് വെച്ചോ. ആ പിടിച്ചോ, സൂക്ഷിച്ചു കേട്ടോ, പിടിച്ചിറങ്ങണം. റിലാക്സ് റിലാക്സ് ഡോക്ടറാ. റിലാക്സ്. എന്താ പറ്റിയത്? ബോട്ടിങ്ങിനെ തന്നെയുള്ളതാ. പ്ലീസ് പറയൂ, എന്താ പേര്? ഉണ്ണിയച്ചൻ. ആള് പറയട്ടെ, പേഷ്യന്റ് പറയട്ടെ, പറയൂ. ഡോക്ടറെ പേര് ശങ്കുണ്ണി. ഞാൻ പറയുന്നത് കേൾക്കണം. എന്റെ മരണമൊഴി എടുക്കണം ഡോക്ടറെ. മരണമൊഴിയോ? അതിന് നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ കാല് പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോയി വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കിയവനാ. അവനറിയാം എനിക്ക് നീന്തൽ അറിയില്ല. ആർക്ക്? മാധവൻ. മാധവനോ? തന്നെ വീട്ടുകാരും കണ്ടില്ലല്ലോ ഒരു മാധവനെ അവിടെ. നീ കണ്ടായിരുന്നോ? അവനെങ്ങനെ കാണാനാ? അവൻ കല്യാണം കഴിച്ചിപ്പോ വന്നതല്ലേ ഉള്ളൂ. കല്യാണം കഴിച്ച കണ്ണ് കാണത്തില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വീട്ടുകാരും കാണാത്ത സ്ഥിതിക്ക് കേസ് തള്ളിപ്പോവും. അല്ലെങ്കിൽ തന്നെ അയാളെന്തിനെ തന്നെ കൊല്ലണം? വൈരാഗ്യ സാറേ, അത് ഇപ്പൊ തുടങ്ങിയതല്ല, പണ്ടേക്ക് കൊണ്ടേ തുടങ്ങിയതാ. അതെ, പണ്ട് ഞാൻ ഇതുപോലെ കുളിക്കാനായിട്ട് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ അവൻ വന്ന് കാല് പിടിച്ച് താഴോട്ട് കൊണ്ടുപോകും കൊല്ലാൻ. ഇപ്പോഴും അങ്ങനെ തന്നെ എങ്ങനെ പിടിച്ച് വലിക്കണ എനിക്കറിയാം. സാറേ, വെള്ളത്തിൽ ഷോക്കിൽ അച്ഛൻ പിച്ചുമ്പേയും പറഞ്ഞത്. നമുക്ക് കേസില്ല. സിയോ ഒന്നും നോക്കൂല ഞാൻ. നീ അല്ലല്ലോ അനുഭവിച്ച്. സാറേ, ഇവൻ അടക്കം എല്ലാവരും അവന്റെ സൈഡാ, മാധവന്റെ. നെഞ്ചത്ത് തന്നെ ഒറ്റിച്ചു. ചേട്ടാ സായ. ബംഗാളി നായരെ, ജി സാബ്. നാളെ മുതൽ എന്റെ ടീയിൽ ഷുഗർ വേണ്ട. ചേട്ടന് ഷുഗർ വന്നു? ഇല്ല, വരാതിരിക്കാൻ. ബംഗാളി നേരെ നാളെ എനിക്കും തരുന്ന ടീയിൽ ഷുഗർ വേണ്ട. ठीक है साहब. സംഘത്തിൽ നിന്ന് ലോൺ എടുത്തത് 50,000, ചിട്ടിത്തുക 25,000, അടക്ക് വിറ്റത് 7,500. ഇവനെന്നെ മുടിപ്പിക്കുമല്ലോ. അവൻ നേരത്തെ പോയല്ലേ?
വിജയ് ടർഫിൽ പോയല്ലോ. രാവിലെ പോകാൻ മാത്രം അവൻ അവിടെ എന്ത് ജോലിയാ ചെയ്യണത്? ഇതുകൂടി പൊളിഞ്ഞാലുണ്ടല്ലോ, ഗുണവുമില്ല പിടിപ്പുമില്ല. പോരാത്തതിന് അവന്റെ അമ്മയുടെ അമ്മാവന്റെ ബുദ്ധിക്കുറവും. അതെ, മണ്ടത്തരം മാത്രമേ കാണിക്കൂ. എന്നിട്ടാണ് ആ മണ്ടന്റെ കൂടെ നീ ഇറങ്ങി ഓടിയത്. ഇന്നെങ്കിലും പാൻ കേക്ക് കഴിക്കാന്ന് വിചാരിച്ചതാണ്. സോറി അച്ഛാ, സ്റ്റീം കേക്ക്. ഉപകാരമില്ലാത്തൊരു മോനും സമയത്തിന് വിലയില്ലാത്തവൻ്റെ ഒരു പണിക്കാരൻ ഫ്രണ്ടും. തെണ്ടി ഇന്നും 17 രൂപ കളഞ്ഞു. ഇവൻ കത്തിക്കാനായിട്ട് നോക്കിയിരുന്നു. എന്തെങ്കിലും നിനക്ക് നേരത്തെ വന്നൂടെ? വസ്തു കേസല്ലേ, മജിസ്ട്രേറ്റ് വിധിച്ചോളൂ, വക്കീല് കേട്ടോളൂ. നമ്മൾ കുറച്ച് താമസിച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിന്റെ അമ്മയെ അത്താലും പോകണ്ടല്ല, വീട്. അതെന്താ അങ്ങനെ പറഞ്ഞു? അമ്മയെ അത്തോളും നാട്ടുകാർ കുഴിച്ചിടും. ചേട്ടാ അങ്ങനൊന്നും പറയല്ലേ, എനിക്ക് ഫീൽ ആവും. എനിക്ക് ഫീൽ ആകണം, എന്നാലേ നീ പഠിക്കൂ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ടൈമിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ലൈഫ്. ശരിയേട്ടാ, നിന്റെ പണിയൊക്കെ തീർത്തിട്ടെ ഇനി വൈകിട്ട് വന്നാ മതി. ഓക്കെ. അതിന് ഇവനൊക്കെ വല്ല പണി ഉണ്ടായിട്ടാണ്. ഒരു കോട്ടം ഇത്. മിസ്റ്റർ, എത്ര വയസ്സായി? എന്താ തനിക്ക് എത്ര വയസ്സായെന്ന് മനസ്സിലായില്ലേ? എന്തിനാണ് അതെന്ത് എഴുതി വെച്ചിരിക്കുന്നത്? ചേട്ടാ അപ്പുറത്ത് സീറ്റ് ഉണ്ടല്ലോ, അവിടേക്ക് ഇരുന്നൂടെ? എന്തിനാട്ടാ ചൂടാവണേ? ഇരുന്നോട്ടാ, ഇരുന്നോ. മാധവൻ സാറ് കോടതി പടി തന്നെയല്ലേ? അതെ. അവിടെ ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. കോടതി ജംഗ്ഷനില്ല, അവിടെ എവിടെ? നിർത്ത്, നമ്പൂതിരി കയറാനുണ്ട്. അവന്റെ അരയെണ്ണ നട ഇന്നത്തോട് തീരുമല്ലോ. നമ്പൂതിരി ചേട്ടാ വേഗം കയറേ. ചേട്ടാ അങ്ങോട്ട് ഇരിക്കാൻ സമയമല്ല. ടിക്കറ്റ് ടിക്കറ്റ്. ചേട്ടാ ഒരു മലമുറി. സംഗുണ്ണേട്ടാ കോടതി പടി തന്നെയല്ലേ?
മോളെ 200 പേജിന്റെ മോളെ ഒരു നോട്ട് കുപ്പി ആ വെള്ളം. ഒരു മിനിറ്റ്. എന്നോട് മാധവൻ ചേട്ടൻ വൈകിട്ട് വരാനാ പറഞ്ഞത്. പക്ഷെ ഞാൻ നേരത്തെ അങ്ങ് വരും. ഞാൻ ബുക്കല്ലല്ലോ ചോദിച്ച മോളെ വെള്ളമല്ലേ? ബുക്ക് ഞാനാ ചോദിച്ചത്. അയ്യോ സോറി. ഗുഡ് മോർണിംഗ് ദേവുക്കുട്ടി. ഗുഡ് മോർണിംഗ് അങ്കിളെ. അയ്യോ അങ്കിള് ബാഗ് വെക്കുന്നിടത്ത് ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചേക്കാം. ഇപ്പൊ മരുത്തരാം. അതിന്റെ ഒന്നും ആവശ്യം ഇനി ഉണ്ടാവില്ല. ഇന്നല്ലേ ഫൈനൽ ജഡ്ജ്മെന്റ്. അച്ഛൻ എവിടെ? അച്ഛൻ പുറത്തു പോയേക്കാ. ശരി. ശരി ദേവുക്കുട്ടി, ഞാനൊന്ന് വക്കീൽ ഓഫീസർ വരെ പോയിട്ട് വരാം. അച്ഛനോട് പറ. പറഞ്ഞേക്കാം. ശരി. മോളെ വരി ഇട്ടതാ ചോദിച്ചത്. ഇപ്പൊ മരുത്തരാം. ഞാൻ വെള്ളം ചോദിച്ചേടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്തേ. ഹലോ ദിനേശ് സാർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. അതാ ഞാൻ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ ഗേൾസ്, യെസ്. വേർ ഈസ് അഡ്വക്കേറ്റ് മിസ്റ്റർ അലക്സാണ്ടർ? ഹി മൂവ് ഡൗൺസ്റ്റേഴ്സ്. Oh, I didn't know that. He's my lawyer. Are you guys new to this building? യെസ്. Oh, okay. Thank you. Nice girls. താഴേക്ക് മാറ്റി സാറേ. അതെന്താ ഓഫീസ് താഴേക്ക് മാറ്റിയത്? നമ്മുടെ കക്ഷികൾക്ക് മുകളിലോട്ട് കയറാൻ വയ്യ സാറേ. ഓ, ഐ സി. സാറേ, സാറിനെ കാണേണ്ട ആവശ്യമുണ്ടോ സാറേ? സാറ് ഭയങ്കര തിരക്കിലാണ്. ഗുഡ് മോർണിംഗ് വക്കീൽ സാർ, ബിസിയാണോ? സാറ് താഴെയാണ് സാറേ. സാറേ, ഇന്ന് മാധവ സാറിന്റെ കേസിന്റെ വിധിയാ. അതാരാ? മാധവ സാറ്, നമ്മുടെ പഴയ KCB. നിങ്ങളുടെ പൊളിഞ്ഞ പാലത്തിന്റെ കോൺട്രാക്ടർ അല്ലേ? പാലോ? ഏത് പാലം? വക്കീൽ എന്തീ പറയുന്നത്? ഞാൻ ഒരു പാലവും മറന്നിട്ടില്ല. സാറേ, ആ വള്ളിക്കെട്ടല്ല, വള്ളിക്കോട്ടെ വസ്തുക്കേസെന്ന്. എന്റെ മാധവ സാറേ, ഇതാണിപ്പോ സാറിന്റെ പ്രശ്നം. സാറിനിപ്പോ കുറച്ച് മറവിയൊക്കെ ഉണ്ട്, പക്ഷെ ഇടയ്ക്കൊക്കെ ഓർമ്മയൊക്കെ വരുന്നുണ്ട്. അതിപ്പോ ആർക്കാ മറവിയില്ലാത്തല്ലേ? തന്റെ കേസ് ഞാൻ എടുക്കുന്നില്ല സാറേ. അതെന്റെ തന്നെയാടാ. അയാളാ ചെയ്യും. വെള്ളത്തിന്നല്ല, പാതാളത്തിന്ന് വരെ അയാൾ വന്ന് കാലി പിടിച്ചു വലിക്കും. അത് ചെയ്യാൻ ഈ പഞ്ചായത്തിൽ അയാളുള്ളൂ. അത്ര നല്ല മോനെ. എന്റെ അപ്പനാരായിരുന്നു മോൻ. എന്നെ കൊണ്ട് ഏത് പ്രായത്തിലായി നോക്കിക്കാൻ തുടങ്ങിയതാ. അയാൾ മെയ്യാണെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ട ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സിയോ. ശരിക്കും ഇവര് തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? ശരിക്കും അവര് തന്നെയായിരുന്നു പ്രശ്നം. ഇനി വെച്ചോണ്ടിരിക്കണ്ട, ഇവരെ തീർക്കും. നീയൊക്കെ ഈ ലോക്കലായിട്ട് ജാതി നല്ല സാധനം ഒഫീഷ്യലായിട്ട് ഞങ്ങൾ അവിടെ വെച്ച് അടിച്ചോളാം. ഞങ്ങളെ അലിഞ്ഞു തന്നമാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ ഞങ്ങള് തമ്മിൽ തീർത്തോളാം. പിന്നല്ല. എനിക്കേ ഒരെണ്ണം അടിച്ചിട്ട് ഞാൻ പറയാം. നിങ്ങൾ തന്തമാരെ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ കണ്ടുണ്ട് മനുഷ്യ സ്നേഹം. അതായിരുന്നു മാധവൻ ചേട്ടൻ. അയ്യോ, എന്തിന്? സ്വന്തം പെങ്ങളെ പോലും അദ്ദേഹം സ്നേഹിച്ചിരുന്നു. എന്റെ മാധവൻ ചേട്ടൻ. ഇതെന്ത് തേങ്ങ? ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ എല്ലാരും കുളിമുറി വീണാ കിടപ്പിലാണ്. ഞാൻ എല്ലാരോടും പറയും, ഈ കുളിമുറി ഇടരുത്. ഞാനും ഇത് അപ്പളേ പറഞ്ഞാ പൊളിച്ച ടൈൽ ഇടണ്ടായിരുന്നു. പക്ഷെ ഓള് ഒരൊറ്റ നിർബന്ധം. ഇപ്പൊ ആര് കേക്കാൻ? വീട് കിടക്കുമ്പോ നല്ല ഭംഗിയല്ലേ കാണാൻ? ഭംഗിയില്ല പോലും കുളിമുറിയില്ലേ. പിന്നെ ഞാൻ തരുന്ന ഈ മരുന്ന് മാത്രം കഴിച്ചാ പോരാ. ആരെയായാലും ഒന്ന് അറിയാവുന്നവരെ വിളിച്ച് തടവിക്കുന്നത് നല്ലതാ. അതിപ്പോ പിണങ്ങി കളിയാനാണെങ്കിൽ ബെസ്റ്റാ. ഫ്രണ്ടേ, ചേട്ടാ വണ്ടി ഒന്ന് തിരിച്ചു നിർത്തിയേ. മാലതീനൊന്ന് കണ്ടിട്ട് പോകാം. ശരി, ഓക്കെ. 10 മിനിറ്റ് ഞാനൊന്ന് ശരിയാക്കിയിട്ട് വരാം. മാലതി, എടി പോത്തേ. ആ കാലെവിടെ? എന്തിനാ നീ ബാത്റൂമിൽ വീണത്? വേദനയുണ്ടോ? ഇല്ല. ഇല്ലേ? ഉണ്ട്. ചേട്ടൻ തിരിഞ്ഞു പിടിച്ചെന്നാ തോന്നുന്നത്.
7 ദിവസം സ്ഥിരമായി തിരുമണം. തിരുമ്മി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാ മതി. അപ്പോ ഒരാഴ്ചക്കൊന്നും തിന്നാൻ പറ്റൂല? അതല്ലടി പോത്തെ, തിന്നുന്നതിന് മുമ്പ് തിരുമ്മ്. പോത്തെ, നിന്റെ എരുമക്കെട്ടിയനോട് പറഞ്ഞേരി. കാണാം. ശരി. നാളെ വരുമോ തീരുമാൻ? ഫ്രണ്ടേ, വണ്ടി എടുക്ക്. മല തിരിഞ്ഞ് ഓടി നടക്കും. ടി വി അങ്ങ് നിർത്തിക്ക. മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇന്ത്യൻ പാകിസ്ഥാന്റെ കളി. പിന്നല്ലാതെ ഓസ്ട്രേലിയ ആയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നമില്ലായിരുന്നു അല്ലേ അണ്ണാ? ഹലോ. ഹലോ സാറേ, നമ്മുടെ അഡ്വക്കേറ്റ് കോടതിയിൽ നന്നായിട്ട് വാദിച്ചതാ. പക്ഷെ ആ ജഡ്ജ് ആരുടെയോ സ്വാധീനത്തിന് വഴങ്ങി കേസ് നമ്മൾ തോറ്റുപോയി. അതെ അതെ, അതായിരുന്നു സംഭവം. താങ്ക് യു, താങ്ക് യു, കൺഗ്രാറ്റ്സ് സർ. താങ്ക് യു, കൺഗ്രാറ്റ്സ്. താങ്ക് യു. സത്യഭാമ, കൺഗ്രാറ്റുലേഷൻസ്. സത്യഭാമ, വിൽ മിസ് യു. മാധവേട്ടാ, കേസ് ഏജന്റിന്റെ കൺഗ്രാറ്റുലേഷൻസ്. എന്ത് കൺഗ്രാറ്റുലേഷൻസ്? പിന്നെ എതിർഭാഗോടാ മുരളി, മോളെ ഒറ്റക്ക് ഇരുത്തിയിട്ട് ഈ പുറത്തോട്ടുള്ള കറക്കം അത്ര നല്ലതല്ല. എന്ത് ചെയ്യാനാ, തീരെ സുഖമില്ല. ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുള്ളൂ. ഫയൽസ് തന്നെ. വെരി ഗുഡ്. വാടാ. കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചേട്ടാ, കൊച്ചുനാള് മുതൽ കാണുന്ന കൊച്ചാ. അതിനടിച്ച കേറ്റിക്കോളാം ഞാൻ. ആ വക്കീലിന്റെ ഒന്ന് കൊടുത്തേ, ഗുഡ് ന്യൂസ് ഉണ്ട്. ഹലോ, പറയൂ. എടോ, താൻ എന്നോട് ചോദിച്ചില്ലേ ഞാൻ ഈ കേസ് ജയിച്ചു കഴിഞ്ഞാൽ വസ്തു എന്ത് ചെയ്യുന്നു? ചോദിച്ചു. അത് ഞാൻ വിറ്റിട്ട് നിന്റെ അമ്മായിയമ്മേനെ ആദ്യം കെട്ടി. നിനക്ക് അമ്മമ്മ ഉണ്ടോ? അവരെയും പിടിച്ച് ഞാൻ കെട്ടിക്കും. കോടതി വളപ്പിലെങ്ങാനും നിന്നെ കണ്ട കേട്ടാ. വീട്ടിലെ ആ പറമ്പിൽ അവനെ കൊണ്ട് കാലുകൂത്തിക്കില്ലേ? ആണോ? വാതിൽ തുറക്ക്. വാ. വാ. ഉച്ച വയ്ക്കല്ലേ, ഇറങ്ങ. സ്പീഡാക്ക്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ആ, നീ ഫോൺ എടുത്തതല്ലേ? എന്തായാലും ഒരു വീഡിയോ എടുത്തോ. നമ്മ വിജയിച്ച് കയറണല്ലേ? നമുക്ക് റീലിടാം. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും ഞാൻ. ഗവന്മാര് പണി തന്നതാ ചേട്ടാ. ഇത് സൂപ്പർ ഫ്രെയിമാ കേട്ടോ. അങ്ങനെ നിന്നു. ഈ വൈറലൊക്കെ വൈറലാവും ഉറപ്പാ. ഫ്രണ്ടേ, എന്തോ ഇതൊരു ചുമടുണ്ടല്ലോ. കണ്ടു ഞാൻ. എല്ലാം കിട്ടിയിട്ടുണ്ട്. തീട്ടം കണ്ടിട്ട് നാട്ടുകാരുടെ എന്ന് തോന്നാനുണ്ട. മൈനിൽ ഷൗട്ടിയ പോലെ പോയടാ. ചേട്ടാ, ഇത് ഇച്ചിരി അക്രമമായി പോയി. ചേട്ടാ, ഇത് നമ്മൾ തിരിച്ചടിക്കണം. പറ്റോ? തെണ്ടിക്കൂടെ മാറിക്കടങ്ങോട്ട്. ശങ്കുണ്ണി, ഇറങ്ങി വാടാ. നീ എവിടെ വിളിച്ചാലും ഞാൻ പൊക്കൂടാ.
അവന്റെ ഒരു നമ്പൂതിരി റൈസ്. അത് തന്നെ. എന്നാണ് നീ നമ്പൂരിയായത്? നിന്നെ ഞാൻ പുതപ്പിച്ച് കിടത്തൂടാ. കുറച്ചുകൂടെ പറ. കുറച്ചുകൂടെ അങ്ങ് പറ. ഇയാളാണല്ലേ ഉണ്ണിയച്ഛനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചത്. എനിക്കിനി മതിയായില്ലേ? ഫ്രണ്ടേ, ആരും ശ്രദ്ധിക്കുന്നില്ലല്ലടാ. ശരിയാണല്ലോ. ഞാൻ കേട്ട് കാണത്തില്ലേ ചേട്ടാ? എനിക്ക് തോന്നിയമാരല്ല ഹിന്ദിക്കാരാന്ന്. സുഗമ ഹിന്ദി പാസ്സായ എന്നോടാ. കുറച്ചുകൂടെ പറ. നമ്പൂതിരി സാലേ. ചേട്ടാ ചേട്ടന്റെ ഹിന്ദി വർക്കായി. ബാപ്കോ मैंने പഴംപൊരി बनाऊंगा. മഹാരാജാ, तू कौन है? എന്താ പ്രശ്നം? ഇവനുണ്ടല്ല, ഇവൻ നമ്പൂതിരി ഒന്നുമല്ല. കച്ചവടത്തിന് വേണ്ടി നമ്പൂതിരിയല്ല, എന്തുമാകും അവൻ. എന്ത് നമ്പൂരി? അത് കമ്പനിയുടെ പേരല്ലേ?